മലയാളം ഇനി ഭരണഭാഷയാകും. മലയാളം ഭാഷാ ബില്ലിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പിട്ടു. 2025 ഒക്ടോബറിൽ നിയമസഭ പാസാക്കിയ ബില്ലാണിത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ മലയാളം നിർബന്ധമാക്കുക, കോടതി ഭാഷ, സർക്കാർ ഉത്തരവുകൾ തുടങ്ങിയവ മലയാളത്തിലാക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് ബില്ല്. നേരത്തെ UDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ ബില്ലുമായി മുന്നോട്ട് പോയത്. സൈഫ് സൈനുൽ ആബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സൈഫ്, ഒരു ചരിത്ര നിമിഷം കൂടിയാണ്. മലയാളം ഭാഷാ ബില്ലിൽ ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. ഇനി നേരത്തെ ഉദ്ദേശിച്ചതുപോലെ ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ മലയാളം ഏർപ്പെടുത്താൻ പോകുന്ന, മലയാള ഭാഷ ഏർപ്പെടുത്താൻ പോകുന്ന എന്ന കാര്യം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ. അത് എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരും? ബില്ല് ഗവർണർ ഒപ്പിട്ടതോടുകൂടി അതിന് നിയമപ്രാബല്യം വരികയാണ്. സംസ്ഥാനത്ത് ഔദ്യോഗിക ഭാഷ മലയാളമാക്കാനും മലയാളം സാർവത്രിക ഭാഷയാക്കാനും വേണ്ടിയാണ് 2025 ഒക്ടോബറിൽ ഒരു ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്നത്. അത് നിയമമായി മാറണമെങ്കിൽ ഗവർണർ ഒപ്പിടണമായിരുന്നു. ഗവർണറോട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് ഇക്കാര്യം സാംസ്കാരിക നായകർ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടു. അതിന് കാരണം UDF സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ഒപ്പിടാൻ വേണ്ടി രാഷ്ട്രപതി തയ്യാറായില്ല. അങ്ങനെ ഒരു കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്ന് കത്ത് നൽകിയത്. കേരള ഔദ്യോഗിക ഭാഷകൾ ആക്ട് 1969 അനുസരിച്ച് സംസ്ഥാനത്ത് ഇംഗ്ലീഷും മലയാളവുമാണ് ഔദ്യോഗിക ഭാഷകളായിട്ട് ഉള്ളത്. ഇതിന് പകരം സമഗ്ര മലയാള ഭാഷാ നിയമം ഉറപ്പാക്കുകയാണ് ഈ ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ മലയാളം നിർബന്ധമാക്കുക എന്നുള്ളതാണ് ഒരു മാനദണ്ഡം. സർവകലാശാല പാഠ്യക്രമങ്ങളിൽ മലയാളം ഒരു പേപ്പറായി പരിഗണിക്കുക, കോടതി ഭാഷ, സർക്കാർ ഉത്തരവുകൾ എന്നിവ മലയാളമാക്കുക എന്നിവ കൂടി ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം പഠനഭാഷയാക്കിയവർക്ക് പ്രൊഫഷണൽ കോഴ്സുകളിൽ സംവരണം നൽകണം എന്നുള്ളതും ഇതിൻ്റെ വ്യവസ്ഥയെ നമുക്ക് കാണാൻ കഴിയും. PSC പരീക്ഷകൾ മലയാളത്തിലാക്കുക തുടങ്ങിയവയാണ് ബില്ലിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായി നമുക്ക് അറിയാൻ കഴിയുന്നത്. അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെല്ലാം ഇവ നടപ്പിലാക്കും എന്നുകൂടി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഇനി മുതൽ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളമായി മാറുകയാണ്. ആ ബില്ലിലാണ് ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ.